അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്. അതിലെ ഒന്നാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം. യാ ഹയ്യു യാ കയ്യൂം. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവും ഒരു നിരീശ്വരവാദിയും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമാണ്. നോക്കൂ, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദി ചോദിച്ചു. ഇല്ല. അൽ ഇമാമുൽ അഅ്ലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇമാം അബു ഹനീഫ മറുപടി പറയാണ്, ഇല്ല. തൊട്ടിട്ടുണ്ടോ? ഇല്ല. കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിരീശ്വരവാദിയാണ് ചോദിക്കുന്നത്. അപ്പോ അബു ഹനീഫ റളിയല്ലാഹു അൻഹു എന്താണ് മറുപടി പറയുന്നത് നോക്കൂ. നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ? ഇമാം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. ഇല്ല. നിരീശ്വരവാദി പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ബുദ്ധിയുള്ളവനോ ഭ്രാന്തനോ? ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു നിരീശ്വരവാദിയോട് ചോദിക്കാണ്. കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഇത് കേട്ട നിരീശ്വരവാദി ഇലിമ്പ്യനായി. ഇനി നോക്കൂ അടുത്ത പാരഗ്രാഫ്. നമുക്ക് റൂഹുണ്ട്, പക്ഷേ കാണാനും കേൾക്കാനും തൊടാനും കഴിയില്ല. റൂഹ് പോകുമ്പോൾ നാം മരിക്കുന്നു. കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട്. അടയാളങ്ങൾ കൊണ്ടാണ് അവയെ നാം അറിയുന്നത്. വിവേകത്തോടെയുള്ള പെരുമാറ്റം ബുദ്ധിയുണ്ടെന്നതിനുള്ള തെളിവാണ്. ചലനം റൂഹുണ്ടെന്ന് അറിയിക്കുന്നു. ഈ ലോകം അതിൻ്റെ സൃഷ്ടാവുണ്ടെന്നതിന് തെളിവാണ്. ഏതെങ്കിലും ഒരു വസ്തു സ്വയം ഉണ്ടായതായി കാണാൻ കഴിയുമോ? ഇല്ല. കാരണം ഒരു പുൽച്ചെടിയോ മണൽത്തരിയോ പോലും ഇതുവരെ സ്വയം ഉണ്ടായിട്ടില്ല. ആകാശഭൂമികൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ ഇവയെല്ലാം സൃഷ്ടാവില്ലാതെ ഉണ്ടാവുമോ? ഇല്ല. ഇവയെല്ലാം സൃഷ്ടിച്ചത് സർവശക്തനായ അല്ലാഹു തആലയാണ്. ഉസ്താദ് പറഞ്ഞു നിർത്തി. അത് പറഞ്ഞത് ആരാണ്? ഹാമിദ് ചോദിച്ചു. 1,24,000 പ്രവാചകന്മാർ. അവർ കളവ് പറയാത്തവരും വഞ്ചിക്കാത്തവരുമാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നബിയാണ്. അവിടുന്ന് അൽ അമീനാണെന്ന് മുശ്രിക്കുകളടക്കം സമ്മതിച്ചതാണ്. നിരവധി അത്ഭുതങ്ങൾ അവരിൽ നിന്ന് പ്രകടമായി. ഒരിക്കൽ ഒരാൾ അപേക്ഷിച്ചു, മൃഗങ്ങൾ നശിച്ചിരിക്കുന്നു, ജീവിത മാർഗങ്ങളെല്ലാം മുറിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലെ, മഴയ്ക്കു വേണ്ടി അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും കാർമേഘം പ്രത്യക്ഷപ്പെട്ടു. പെരുമഴ വർഷിക്കാൻ തുടങ്ങി. 6 ദിവസം സൂര്യൻ പോലും കണ്ടില്ല. അടുത്ത ദിവസം ഒരാൾ വന്നു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു, വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. മഴ നിർത്താൻ അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞു. ഇപ്രകാരം വ്യക്തവും വ്യത്യസ്തവുമായ നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയെ പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവരാണ് മുഅ്മിൻ. ഈമാനിന് നിരവധി ശാഖകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ഈമാൻ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. അപ്പോൾ ഇതോടെ ഈ പാഠം കഴിഞ്ഞു. നിങ്ങൾ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കുക. പാഠത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. ഈ പാഠത്തിന്റെ അവസാനത്തിൽ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. അഫ്ളലുൽ ഈമാനി ലാ ഇലാഹ ഇല്ലല്ലാ. അതിന്റെ അർത്ഥം, ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാ. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റഉ വനഫ്ഹം, അതായത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ച പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഹലക്ക, അതിന്റെ അർത്ഥം നശിച്ചു. ശോഭ, അതിന്റെ അർത്ഥം ശാഖ. സുബുൽ, വഴികൾ. ഇലിമ്പ്യൻ, അതായത് വിഡ്ഢി. മുഅ്മിൻ, സത്യവിശ്വാസി. ഗൈസ്, മഴ. ഗാലക്സി, നക്ഷത്ര സമൂഹം. വിവേകം,
തിരിച്ചറിവ്. മുശ്രിക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ. ദൃഷ്ടാന്തം തെളിവ്. നിങ്ങൾ അതൊക്കെ ഒന്ന് നന്നായി വായിച്ച് പഠിക്കുക. ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നക്തുബുൽ മുനാളറ, അതായത് സംഭാഷണം എഴുതാനുള്ളതാണ്. അൽ ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും നിരീശ്വരവാദിയും തമ്മിലുള്ള സംഭാഷണം. അപ്പൊ ഈ പാഠത്തിന്റെ ആദ്യത്തിൽ നമുക്ക് ആ സംഭാഷണം കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് എഴുതാം. നിരീശ്വരവാദി: നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു: അപ്പൊ നമ്മൾ അവിടെ എന്താ മറുപടി എഴുതുക? ഇല്ല. അപ്പൊ അതുപോലെ നമുക്ക് ആ സംഭാഷണം പൂർത്തീകരിക്കാം. നിരീശ്വരവാദി: നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു: ഇല്ല. നിരീശ്വരവാദി: കേട്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു: ഇല്ല. നിരീശ്വരവാദി: തൊട്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു: ഇല്ല. നിരീശ്വരവാദി: കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു: നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദി: ഇല്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു: കേട്ടിട്ടുണ്ടോ? നിരീശ്വരവാദി: ഇല്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു: തൊട്ടിട്ടുണ്ടോ? നിരീശ്വരവാദി: ഇല്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു: നിങ്ങൾ ബുദ്ധിയുള്ളവനോ ഭ്രാന്തനോ? കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? അപ്പൊ ഇത്രയാണ് നമ്മൾ ആ സംഭാഷണത്തിൽ പഠിച്ചത്. അപ്പൊ അത്ര കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ സംഭാഷണ രൂപത്തിൽ എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1. നമുക്ക് റൂഹുണ്ട്, നാം അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ? ഉത്തരം: ചലനം കൊണ്ടാണ് നമുക്ക് റൂഹുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. 2. കേൾക്കാനും കാണാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. 3 എണ്ണം എഴുതുക. ഉത്തരം നോക്കൂ. 1 റബ്ബ്, 2 ബുദ്ധി, 3 റൂഹ്. അടുത്ത ചോദ്യം: ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം: സർവശക്തനായ അല്ലാഹു തആലയാണ്. 4. അല്ലാഹു തആല ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? ഉത്തരം: ഈ ലോകം അല്ലാഹു തആല ഉണ്ട് എന്നതിന് തെളിവാണ്. 5. ഈമാൻ എന്നാൽ എന്ത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. 6. ചോദ്യം: മുഅ്മിൻ ആരാണ്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുകയും അത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനുമാണ് മുഅ്മിൻ. 7. ചോദ്യം: ഈമാനിന്റെ ശാഖകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? അതിന്റെ ഉത്തരം നോക്കൂ. ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. അടുത്തത് നോക്കൂ. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. മഴ നിർത്താൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. ഈ സന്ദർഭമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതിന്റെ ഉത്തരം നോക്കൂ. ഒരിക്കൽ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, മഴയ്ക്ക് വേണ്ടി അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതും കാർമേഘം പ്രത്യക്ഷപ്പെടുകയും പെരുമഴ വർഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. 6 ദിവസം സൂര്യൻ പോലും കണ്ടില്ല. അപ്പോൾ അടുത്ത ദിവസം ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു, വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു, മഴ നിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് അവിടുത്തെ സന്ദർഭമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നോക്കൂ. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് എഴുതാനുള്ളതാണ്. ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. 2 എണ്ണം പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവ കൂടാതെ 5 എണ്ണം എഴുതുക. അതിന്റെ ഉത്തരം നോക്കൂ. 1 ശുദ്ധി, 2 ക്ഷമ, 3 ലജ്ജ, 4 മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ, 5 അല്ലാഹു തആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യൽ. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.